പപ്പായ, കുക്കുമ്പർ, പച്ചമുളക്, കറിവേപ്പില, ജീരകം, മഞ്ഞൾ വെള്ളം കൂടി ഒഴിച്ച് വേവിക്കുന്നു. കപ്പളങ്ങയും കുക്കുമ്പറും കൂടെ വെന്ത് ഉടച്ച് തേങ്ങയും മുളകും കൂടെ അരച്ച് ചേർത്ത് ഇതൊന്ന് ചൂടാക്കിയിട്ട് തിളച്ച് കഴിയുമ്പോൾ മോരൊഴിക്കാം. മോരൊഴിച്ചിട്ട് കടുക് വറുത്തിടും. കറി തിളച്ചു. ഇതിലേക്ക് ആവശ്യത്തിന് മോരൊഴിക്കണം. പതിന് കഴിയുമ്പോൾ തീർക്കാം. അതിനുശേഷം കുറച്ച് കടുക്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇട്ടിട്ട് വറുത്തിടുക. കുക്കുമ്പർ, പപ്പായ, മോര് കറി, ഉലുവ, കടുക്. കുക്കുമ്പർ മോര് കറി ഒരു പാത്രത്തിലേക്ക് സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് കടുക് വറുത്തിടും. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇട്ട് ഓരിടുന്നു. നോക്കുമ്പം ഒലികളിലേക്ക് ഓരിടുന്നു. ഉള്ളിയൊക്കെ മൂത്ത് ഈ കറിയിലേക്ക് ഓരിടുക. ദേവാലയത്തിലേക്ക് കടന്ന് കസേര വന്നിരിക്കുന്ന സമയം വരെ നിങ്ങളുടെ ഭയങ്കര റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. എന്നാൽ ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ആ ഭയങ്കര റിലേഷൻഷിപ്പ് നിങ്ങൾ മാറ്റി നിങ്ങൾ പരസ്പരം നിങ്ങൾ ഇരുവരിലേക്കും നിങ്ങളുടെ ഭയങ്കര റിലേഷൻഷിപ്പിനെ നിങ്ങൾ സെറ്റ് ചെയ്യുക. പുതിയൊരു ബോണ്ട് നിങ്ങൾ നിർമ്മിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് വിവാഹം എന്നത് പൂർണ്ണതയുള്ള ഒരു സംയോജനമായിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. വേഗത്തിലെ വാക്കുകളെല്ലാം വിസ്മരിക്കാം. പേരിനോടും ദേവിയോടും മാതാപിതാക്കളോടും വന്നു ചേർന്നിരിക്കുന്ന നമുക്ക് എല്ലാവരോടും എനിക്ക് പങ്കുവയ്ക്കാനുള്ള ചില ആശയങ്ങൾ മാത്രം ഞാൻ പങ്കുവച്ചിൻ്റെ വാക്കുകൾ ശ്രമിക്കാം. ഇതൊരു സംഗീത വിഭവമാണ്. ഇതിൻ്റെ സംസാരമൊക്കെ നാടുകളിൽ കല്ലമ്പള്ളി ദേവസ്വങ്ങളുമായി ചേർന്നും അതുപോലെ അനേകം കായിക സംഘങ്ങളുമായി ചേർന്ന് അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു സംഗീത വിഭവമാണ്. ഇവിടെ വന്നിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും സംഗീതവുമായി ബന്ധമുള്ള ഒരാളാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് I would share something related to musical terms. സ്വാപസംഗീതം നമ്മെ അവതരിപ്പിക്കുന്നത് ഒത്തിരി ചെറുത് വേഗത്തിൽ അറ്റുപോവുകയാണ്. നമുക്കൊക്കെ പരിചിതമായ സംഗീതത്തിൽ പറയുന്ന അക്കോർഡ്, 3 സംഗീത സ്വരങ്ങൾ, 3 മ്യൂസിക്കൽ നോട്ട്സ് ചെയ്യുമ്പോൾ ഒരു കോഡാണ്. അല്ലെങ്കിൽ 3 നോട്ട്സ് ഇന്ന് നിങ്ങൾ ഇവിടെ ഒരു കോഡ് നിർമ്മിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഇവിടെ ഒരു കോഡ് പ്ലേ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ ഈ കോഡ് ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പറഞ്ഞ കോഡ് 3 നോട്ട്സാണ്. ഇന്ന് ഇവർ ആരംഭിച്ചിരിക്കുന്ന ഇവർ പ്ലേ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്ന കോഡ് കൺസിസ്റ്റ് ഓഫ് 3 പേഴ്സൺസ്. അത് ദൈവവും ദൈവവും ഇത് അനന്തമായ ഒരു കോഡാണ്. നിങ്ങളുടെ മരണം വരെയും നിങ്ങൾ വായിക്കുന്ന ഒരു സംഗീതമാണ്. അതുകൊണ്ട് ഇതിൻ്റെ 3ാമത്തെ നോട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ഇതിലെ 3ാമത്തെ ആമത്തെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അങ്ങനെ റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഓമനപ്പേര് വിളിക്കുന്നത് പോലെ ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഒരു പ്രവേശനവും സ്വരചേർച്ചയും ഒരിക്കലും ദൈവമില്ലാതെ നമുക്ക് ഉപയോഗമാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ കുടുംബജീവിതം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത കോഡ് പോലെ കൃത്യമായി വരണമെങ്കിൽ
ഇതിൽ മൂന്നാമത്തെ അർത്ഥം ഏറ്റവും പ്രധാനമാണ്. ദൈവം എന്ന ഘടകം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇരിക്കുന്നവരെ കാര്യസ്ഥലത്തിലേക്കാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് ഒരു പ്രാക്ടീസ് സെഷനിൽ പല ആവർത്തി വാക്ക് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്നെ നോക്കിക്കാണും, നിങ്ങൾ അവരെ നോക്കണം, നോക്കണം, എന്നെ നോക്കിക്കാണും. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു കാലത്ത്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് മാസ്റ്റർ നമുക്കൊക്കെയാണ്. ഓൾവേസ് നിങ്ങളുടെ സുഖത്തിലും നിങ്ങളുടെ സമൃദ്ധിയിലും ദുഃഖത്തിലും എല്ലാവരെയും സ്വഭാവത്തിലും ലോകത്തിലുമെല്ലാം ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും സകലവും നിയന്ത്രിക്കുന്നവരായ ദൈവത്തെ നോക്കി യാത്ര ചെയ്യുവാണ് സാധിക്കുന്നത്. നമ്മുടെ കണ്ടെത്തുക നമ്മൾ നോക്കിയില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് സ്വഭാവങ്ങളുടെ ആക്സിഡന്റുകളൊക്കെ നമ്മുടെ എനിക്ക് നമുക്ക് സാധിക്കും. And the last factor is never miss the cue for your prayer. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ കൂട്ടായ്മയ്ക്കുള്ള നിങ്ങളുടെ സന്നദ്ധത, നിങ്ങളുടെ സമയം ഒരിക്കലും നിങ്ങളുടെ ദൈവത്തോടും മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും സ്നേഹിതരോടും സമൂഹത്തോടുമുള്ള കൂട്ടായ്മയെ നിങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ സംഗീതങ്ങളൊക്കെ സമയബന്ധിതമായി ചുറ്റപ്പെട്ടിരിക്കുന്നതാണ്. സഭാപ്രസംഗി നമ്മെ ചെലവെന്ന് ഓർപ്പിക്കുന്നത് പോലെ എല്ലാത്തിനും ഒരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം തെറ്റിപ്പോയാൽ ഈ ലോകം തന്നെ ചലിക്കുന്നത് സമയബന്ധിതമാണ്. സമയം തെറ്റിപ്പോയാൽ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ താഴും, നമ്മുടെ പാട്ടുകളിലൊക്കെ താഴും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ സമയം കൂട്ടായ്മയുള്ള സമയം, ദൈവമാകുന്ന സമയം, സഹവിശ്വാസികളുമാകുന്ന സമയം, ഇതൊന്നും നിങ്ങൾ വിട്ടുകളയുന്നതിന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ആഗ്രഹിക്കുകയാണ്. ദേവാലയത്തിൽ വരുവാൻ, ആരാധനകളിൽ പങ്കെടുക്കുവാൻ, കർത്താവിന്റെ മേശയുടെ കൂട്ടായ്മ ഒന്നും നിങ്ങൾ മടി കാണിക്കുന്നതും ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം പോലെ തന്നെ മറ്റുള്ളവരുമായി ഒരു ആത്മീയന്റെ അനുഭവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും. സഹായഹസ്തമായും തണലായും നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രാർത്ഥനയും കൂട്ടായ്മയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാന മേഖലകളായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് റെസ്റ്റ്. സംഗീതത്തിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു ഘടകം റെസ്റ്റ്. ചില നിമിഷങ്ങളിലെ ശാന്തത അത് മനോഹരമാണ്. ചില സംഗീതങ്ങളിൽ, ചില സംഗീത ശകലങ്ങളിൽ ഒക്കെ ചില വാക്കുകൾക്ക്, അർത്ഥങ്ങൾക്കൊക്കെ അല്പം പ്രാധാന്യം അത് ഹൈലൈറ്റ് ചെയ്യാനും എംഫസൈസ് ചെയ്യാനും ഒക്കെ നാം ഉപയോഗിക്കുന്ന റെസ്റ്റ് എന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ മൗനതയുടെ പ്രാധാന്യം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നുള്ള അവസ്ഥ. നാമൊക്കെ മനുഷ്യരാണ്, പരിമിതികളുള്ളവരാണ്. പരസ്പരം കലഹമുണ്ടാകുവാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ ജസ്റ്റ് ടേക്ക് എ പോസ്. ഞാൻ പറയാറുണ്ട്, രണ്ട് കാര്യങ്ങൾ കൂട്ടിയടിച്ചാൽ ശബ്ദമുണ്ടാകുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ മൗനം ഭജിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മൗനത്തേക്ക് ഒരു ആത്മീയമായ ശക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ഒരാളുടെ മൗനത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കണം. നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്ത ചില പരിമിതമായ സാഹചര്യങ്ങളിൽ നമുക്ക് മൗനികളായിരിക്കും. നിങ്ങളിൽ ഒരാൾ മൗനിയായിരുന്നാൽ മൗനത്തിൻ്റെ അർത്ഥം തിരിച്ചറിയുവാനും എന്ത് പറ്റി എന്ന് ചോദിക്കാമെന്നുള്ള ഒരു പക്വതയിലേക്ക് നാം എല്ലാവരും ഉയരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും എന്ത് പറ്റി എന്ന് ചോദിക്കാൻ സാധിക്കാത്ത ആ ഒരു അപജയമാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളുടെ തകർച്ചകളിലേക്ക് നമ്മെ എത്തിക്കുന്നത്. നമ്മുടെ ജീവിത പങ്കാളികളുടെ